ഹായ്. ഇപ്പൊ അടുത്തായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വേർഡായിരിക്കും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് എനിക്ക് ടെക്നിക്കലി അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് ദുആ ചെയ്യാറുണ്ട്. പ്രാർത്ഥനകൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം അത്രയും തീവ്രമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ഞാൻ പടച്ചവനോട് ചോദിക്കലുണ്ട്. എനിക്ക് അത്രയും വീക്ക്നെസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പടച്ചവനോടുത്ത് ആ കാര്യങ്ങൾ ഞാൻ പറയില്ല. എനിക്ക് അതിൽ എന്ത് സൊല്യൂഷൻ വേണം എന്നുള്ളതും ഞാൻ ചോദിക്കാറുണ്ട്. വീക്കായ സമയത്തൊക്കെ ഞാൻ ദുആ ചെയ്യൽ എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടണേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ അതിനുള്ളൊരു സൊല്യൂഷനൊക്കെ എനിക്ക് കിട്ടലുണ്ട് കേട്ടോ. പേഴ്സണലി ഐ ഫെൽറ്റ് ഇറ്റ്. എനിക്ക് എങ്ങനെയൊക്കെ അത് വരാറുണ്ട്. ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം വീക്കായിട്ടുള്ളതാണെങ്കിൽ എൻ്റെ മൈൻഡ് നല്ല സ്ട്രെങ്ത് ആവുന്ന പോലെ എനിക്ക് തോന്നലുണ്ട്. നല്ലൊരു ഹോപ്പ് എനിക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നടക്കും, എന്തായാലും ആ കാര്യം നടക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടാവലുണ്ട്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രേ ചെയ്യുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് ആ കാര്യം നടക്കും അല്ലെങ്കിൽ പഠിച്ചവനെ നടത്തി തരും എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നുന്നത്. വെറുതെ മാനിഫെസ്റ്റ് ചെയ്താൽ പോലും അല്ലെങ്കിൽ ദുആ ചെയ്താൽ പോലും നമുക്ക് കിട്ടില്ല. ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. ആ കാര്യം നമുക്ക് നടക്കുമോ നടക്കൂലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചവനോട് ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. നിരന്തരമായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കാം. വിഷമങ്ങളാണെങ്കിൽ അത് പറയാം, അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ ചോദിക്കാം. റിസൾട്ട് നിങ്ങൾ വിചാരിച്ച പോലെ പെട്ടെന്നൊന്നും കിട്ടണമെന്നില്ല. നിങ്ങൾക്കത് പക്ഷെ കിട്ടും. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഒരു ഹോപ്പെങ്കിലും നിങ്ങളെ മനസ്സിലേക്ക് വരുന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ പ്രെയറിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ഇറ്റ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്